നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് ആദിവാര എന്ന് പറയുന്ന വ്യക്തി അവൾ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പം എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ എനിക്ക് ഫോൺ ചെയ്യും. പക്ഷെ ഞാനല്ല സംസാരിക്കുന്നത്. അവളെ കുടുംബത്തിൽ തന്നെ ഒരു അഷി എന്ന് പറയുന്ന യുവാവുണ്ട്. അവളെ കുടുംബക്കാരനാണ്. അപ്പോഴാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നത്. ഈ അഷിയുമായിട്ട് അവള് പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും അഷിയോട് അവൾ പറയുന്നത് ഞാൻ അവളെ നോക്കുന്നില്ല, ഞാൻ അവളെ ഉപദ്രവിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ കറക്കി കുത്തി അങ്ങനെ അവൻ എന്നോട് റിവെഞ്ച് തീർക്കാവുന്ന പോലെ അവൻ അവളെയും കൊണ്ട് അവൻ അന്ന് അയച്ച വാട്സപ്പ് മെസ്സേജുകൾ കംപ്ലീറ്റ് എൻ്റെ മൊബൈലുണ്ട്, അവൻ്റെ നമ്പർ അടക്കം. അതുകൊണ്ട് ഒരിക്കലും അഷി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വിഷയത്തിൽ അത് റിജക്ട് ചെയ്യാൻ പറ്റില്ല. എന്നോട് എവിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. അവൻ എന്നെ വെല്ലുവിളിക്കായിരുന്നു, നിന്റെ ഭാര്യ ഞാൻ തട്ടിക്കൊണ്ട് പോയടാ, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നീ ചെയ്യും. ഞാൻ പറഞ്ഞു, മോനെ നീ തെറ്റിദ്ധരിച്ചിട്ടാണ്, പ്ലീസ് എനിക്ക് കൊണ്ടെത്താൻ, എനിക്കൊരു മോനുണ്ട്. ഞാൻ അവൻ്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞു, പക്ഷെ അവൻ കേട്ടില്ല. അന്ന് ഞാൻ ഇവളെ വിളിച്ച് സംസാരിച്ചു. ഈ ആദ്യവാരം ഞാൻ വിളിച്ച് സംസാരിച്ചു. ഞാൻ അവളോട് ചോദിച്ചു എന്താണ് പറ്റിയത്. അവൾ പറയാ, അല്ല ഞാൻ വീട്ടിലുണ്ടാവുമ്പോൾ അവൻ വരാറുണ്ട്, ഞങ്ങള് എന്താ പറയുക, ഞങ്ങൾ എല്ലാവിധ റിലേഷൻഷിപ്പും ഞങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനിയും നിങ്ങളെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കത് വിഷയമല്ല, നീ തിരിച്ചു വാ, നീ അവന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമല്ല, നീ തിരിച്ചു വാ. അവൾ വരുന്നില്ല. അവളുടെ കുറ്റബോധം കൊണ്ട് അവൾക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അവള് വരുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ. മല്ലു ട്രാവലറിനെ എല്ലാവർക്കും അറിയുന്നതാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും മല്ലു ട്രാവലിനെ അറിയുന്നതായിരിക്കും. അതോടെ തന്നെ മല്ലു ട്രാവൽ ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഒരുപാട് കേസുകൾ ചെന്ന് പെടുന്നതോ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗൾഫ് യുവതി അതേ കണക്ക് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് പോയിക്കൊണ്ടിരുന്നത്. അതിനെ തുടർന്നിരിക്കുന്ന സമയത്താണ് ഈ മല്ലു ട്രാവലിൻ്റെ ആദ്യ ഭാര്യയെ ഈ മല്ലു ട്രാവലിനെതിരെ ഒരു കേസ് കൊടുക്കുന്നത്. അതൊരു പോക്സോ കേസ് കൂടിയായിരുന്നു. തന്നെയുണ്ട് ഈ 17 വയസ്സുള്ളപ്പോഴാണ് ഈ മല്ലു ട്രാവലർ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ പറഞ്ഞൊരു കേസും കൊടുത്തിരുന്നു. സോ അതിൻ്റെ വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ വിധിയിലുണ്ടെങ്കിൽ മല്ലു ട്രാവലിനെ വെറുതെ വിടുകയും സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പോക്സോ കേസ് വന്നു കഴിഞ്ഞാൽ വളരെ പാടാണ്. നമ്മളെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ മല്ലു ട്രാവൽ ഉണ്ടെങ്കിൽ അത് കഷ്ടപ്പെട്ട് തെളിയിച്ചിരിക്കുകയാണ്. അതോടെ തന്നെ നേരത്തെ ഉണ്ടെങ്കിൽ ആദ്യ ഭാര്യയെ പറ്റിയോ അല്ലെങ്കിൽ ഓടിപ്പോയ കാമുകനെ പറ്റിയോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വീഡിയോയിലുണ്ടെങ്കിൽ താൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. തനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചത്, അല്ലെങ്കിൽ ഭാര്യ ആരോടാണ് പോയത്, അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതേ കണക്ക് ആദ്യത്തെ ഒരു കേസ് വരുന്നത്. വിദേശ യുവതി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ്. അതേ സമയത്താണ് ഒളിച്ചോടിപ്പോയ ആദ്യ ഭാര്യ ഇതേ കണക്ക് കേസ് കൊടുത്തിരുന്നത്. സോ രണ്ട് കേസിൻ്റെ ഇടയിലായ സമയത്തുണ്ട് ഈ വ്ളോഗിങ് അതുപോലത്തെ ഉള്ളതിനൊന്നും സമയമില്ല. ആ സമയം എന്ന് പറയുന്നത് മല്ലു ട്രാവലിൻ്റെ ഒരു ഡൗൺഫാൾ ആയിട്ടുള്ളൊരു ടൈമാണെന്ന് പറയും. വ്ളോഗിങ് അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും പറ്റാതെ കേസിൻ്റെ പുറകെ പോയിക്കൊണ്ടിരുന്ന ഒരു ടൈമാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ടൈമിലാണ് ഈ കേസിൻ്റെ വിധി വരുന്നത്, അത് ജയിക്കുന്നതും. സോ ഈ വീഡിയോ പറയുന്നുണ്ട്. അതോടെ തന്നെ ആദ്യമേ തനിക്കുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഭാര്യയുടെ അവിഹിത ബന്ധത്തെ പറ്റിയുള്ള വിവരം അറിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ ഭാര്യയുടെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക. അതോടെ തന്നെ നീ തിരിച്ചു അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഭാര്യ ഉണ്ടെങ്കിൽ അങ്ങനെ അതിനൊന്നും തയ്യാറായില്ല. പക്ഷേ ആ സമയത്താണ് മല്ലു ട്രാവൽ ഉണ്ടെങ്കിൽ തൻ്റെ മോനെ തനിക്ക് തിരിച്ചു വേണമെന്നുള്ളൊരു കാര്യവും പറയുന്നത്. അങ്ങനെ ആ സമയത്തുണ്ടെങ്കിൽ ഈ മല്ലു ട്രാവലിൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ ഇത്രയും പൈസ തന്നാൽ മാത്രമേ ഇതേ കണക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോനെ തിരിച്ചു ചേർത്തോളം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ മല്ലു ട്രാവൽ കുറച്ച് പൈസ കൊടുത്തു. അത് വാങ്ങിച്ചതിന് ശേഷം ഇവരൊരു എഗ്രിമെൻറ്റിലൊക്കെ സൈനൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു കേസ് വരുന്നതും. സോ എന്തെന്ന് പറഞ്ഞാൽ പോലും മല്ലു ട്രാവൽ ഉണ്ടെങ്കിൽ ആ കേസിൽ നിന്ന് വിമുക്തനായി താൻ കുറ്റവാളി ഇല്ല എന്നുള്ളൊരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തത്.